ലൂസിഫർ ഫ്രാഞ്ചൈസിലെ രണ്ടാമത്തെ പടം എമ്പുരാൻ ഇപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. കൊള്ളാം, പടം ഇഷ്ടപ്പെട്ടു. നല്ല ടോപ്പ് നോച്ച് മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉള്ള സിനിമ. മലയാള സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് മുമ്പിൽ അഭിമാനത്തോടെ എടുത്തു വയ്ക്കാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കാവുന്ന തരത്തിലുള്ള മേക്കിംഗ് ക്വാളിറ്റി ഉള്ളൊരു പടം. ഞാൻ പടത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുന്നില്ല, കാരണം കുറേ സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ഷോ ആണ് കണ്ടത്, ഇപ്പോൾ ആളുകളൊക്കെ കണ്ടു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കൂടി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വളരെ ബ്രീഫായിട്ടുള്ള അഭിപ്രായം പറയാം. സിനിമ ലൂസിഫറിനെ വെച്ച് നമ്മളിതിൻ്റെ ഈ ഒരു ഫ്രാഞ്ചൈസിൽ ആദ്യ പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് ഡബിൾ എന്ന് പറഞ്ഞാൽ പോരാ, ട്രിപ്പിൾ അല്ലെങ്കിൽ അതിനേക്കാളും മീത മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറയേണ്ടി വരും. പൃഥ്വിരാജ് കുമാരൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓരോ ഫ്രെയിമിലും ഓരോ സീനിലും അത് കൃത്യമായിട്ട് വ്യക്തമാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ കാണുന്ന സമയത്തൊരു മലയാള സിനിമയാണെന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. കാരണം അത്രയും അത് ഇതിൻ്റെ കാസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലൊക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സീനും അവർ എടുത്തു വെച്ചിരിക്കുന്ന രീതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി എക്സ്പാൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ഘട്ടം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ടോട്ടലി ഒരു ഇൻ്റർനാഷണൽ ലെവൽ സിനിമ എന്നുള്ള രീതിയിൽ ഈ എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ഈ പറഞ്ഞ പോലെ ലൂസിഫറിനേക്കാളും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എമ്പുരാൻ എനിക്ക് അനുഭവപ്പെട്ടത്. സിനിമയിൽ ക്ലാപ്പ് വർത്തിയായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. മോഹൻലാലിനെ ഭയങ്കര സ്റ്റൈലിഷായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിൽ പൃഥ്വി വിജയിച്ചിട്ടുണ്ട്. കുറേ അടിപൊളി സീനുകളൊക്കെ നമുക്ക് ഒരു ഫാനിന്, ഒരു മോഹൻലാൽ ഫാനിന് നല്ല എൻജോയ് ചെയ്തിട്ട് കാണാൻ കഴിയുന്ന, കൈയടിച്ച് ആർത്ത് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ മീൻസ് ഈ ജംഗിൾ പൊളി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ജംഗിൾ പൊളിയൊക്കെ കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. ജംഗിൾ പൊളി അതിൽ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി റൈറ്റിംഗ് പോർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൂസിഫറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ മുരളിഗോപിയുടെ എഴുത്ത് കുറച്ച് വീക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുള്ളി ലൂസിഫറിലുള്ള അത്രയുമുള്ള ഒരു എന്താ പറയുക ഡയലോഗ്സിലൊക്കെ ഉള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ സ്റ്റോറിക്കുള്ളൊരു ഡെപ്ത്ത് നമുക്ക് എമ്പുരാനിലേക്ക് വരുമ്പോൾ കിട്ടുന്നില്ല. പടം ത്രൂ ഔട്ട് നല്ല ഒരു പേസിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പടം കഴിഞ്ഞ് നോക്കുമ്പോൾ, നമ്മൾ അവസാനിച്ച് നോക്കുമ്പോൾ ഈ സ്റ്റോറി ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഡെപ്ത്തുള്ള സ്റ്റോറി ലൈനായിട്ട് തോന്നുന്നില്ല. കുറച്ചൊരു ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുരളിഗോപിയുടെ എഴുത്ത് കുറച്ചൊന്ന് താഴേക്ക് പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ദീപക് ദേവൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിരുന്നു, ഒരു പരിധി വരെയൊക്കെ നന്നായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ ഒന്നും കൂടി കൂടുതൽ ഒരു പൊടിക്കും കൂടി ഡോസ് കൂട്ടിയിട്ട് ഒന്ന് കത്തിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ കുറേ സീനിലൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ക്ലാസ് ഫീല് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ചില എന്താ പറയുക ഈ മാസ് മൊമെൻറ്റ്സ് വരുന്ന ചില സീനുകളിലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കത്തിക്കായിരുന്നു, കുറച്ച് ഡോസ് കൂട്ടി പിടിച്ച് പൊളിക്കാനുള്ളൊരു വകുപ്പുള്ള കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദീപക് ദേവ് കുറച്ചും കൂടിയൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ ഓഫ് കോഴ്സ് പുള്ളിയുടെ ഒരു സ്റ്റൈലിഷ് വേഷം നമുക്കിതിൽ കാണാൻ പറ്റും. ഈ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊക്കെ അറുത്ത് വിളിക്കാവുന്ന അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള വകുപ്പൊക്കെ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ ക്യാരക്ടേഴ്സും മഞ്ജു വാര്യരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. മഞ്ജു വാര്യർക്ക് ലൂസിഫറിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. ചില പ്രത്യേക സീനുകളൊക്കെ വളരെ നന്നായിട്ട് മഞ്ജു വാര്യർ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ടോവിനോ, അങ്ങനെ അഭിമന്യു സിംഗ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ലൂസിഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റെഫറൻസുകളൊക്കെ പടത്തിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൃഥ്വി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്പുരാൻ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ള രീതിയിൽ കണ്ടാലും വർത്തായിട്ടുള്ളൊരു പടം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെ കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു പടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ലൂസിഫർ കണ്ടിട്ട് കാണുന്നത് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു കിക്ക്. കാരണം തീർച്ചയായിട്ടും ലൂസിഫറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറേ റെഫറൻസുകളൊക്കെ ആ പടത്തിൽ വരുന്ന ചില സീനുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന കുറേ സീനുകളും ഡയലോഗുകളൊക്കെ പടത്തിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കാണുന്നത് തന്നെ ആയിരിക്കും കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നി. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പേഴ്സണലി ഒരു ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലൻറ്റ് പോർഷനിൽ വലിയൊരു വൗ ഫാക്ടർ നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യും. അത് ലൂസിഫറിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഇപ്പം ലൂസിഫറിൽ നമുക്ക് കിട്ടിയതുപോലുള്ള ഒരു വമ്പൻ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ പടം അവസാനിക്കുന്ന ടൈമിൽ കിട്ടുന്ന ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഖുറേഷി അബ്രഹാമിൻ്റെ ഒരു റിവീലിംഗ് പോർഷൻ ആയിരുന്നു, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റൊരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന ആ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഈ പടത്തിൽ ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് ആ ഒരു ലെവലിലേക്കുള്ള ആ ഒരു ലെവലിലുള്ള ഹൈ കിട്ടുന്ന ഒരു സീന്, ഒരു ടൈലൻ്റ് സീൻ ഈ പടത്തിൽ ഇല്ല ആക്ച്വലി. അതുപോലെ തന്നെ നമ്മൾ ഓവർ പ്രതീക്ഷകൾ, അതായത് ഈ ക്യാമിയോ അപ്പിയറൻസുകളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ
ക്യാമിയോ അപ്പിയറൻസുകളായിട്ട് ബന്ധപ്പെട്ട് വലിയ പേരുകൾ, വമ്പൻ പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ പലതും വന്നിട്ടുണ്ടായിരിക്കും. പല പേരുകളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വമ്പൻ പേരുകളിലേക്കൊന്നും നമ്മൾ പ്രതീക്ഷകൾ വെക്കാതിരിക്കുന്നതായിരിക്കും പടം കാണുമ്പോൾ കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി. എങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നല്ല ക്യാമിയോ അപ്പിയറൻസുകൾ പടത്തിൽ ഉണ്ട് താനും. ഓവറോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു മലയാളത്തിൽ അഭിമാനിക്കാൻ തരത്തിലുള്ള മേക്കിംഗ് ക്വാളിറ്റിയുള്ള നല്ല, എന്നാൽ ഫാൻസിനൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാവുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സ് ഒക്കെയുള്ള ഒരു പടം തന്നെയാണ് എമ്പുരാൻ. തീർച്ചയായിട്ടും നിങ്ങളും തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണുക.